ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വിശുദ്ധ ജെറാർഡ് മജല്ല എന്ന വിശുദ്ധനെ പറ്റിയാണ്. 1726 ഏപ്രിൽ 9 കയൽക്കാരായ ദമ്പതികൾക്ക് വിശുദ്ധനായ ജെറാർഡ് ജനിച്ചപ്പോൾ തന്നെ അനാരോഗ്യമുള്ളൊരു കുഞ്ഞായിരുന്നു ജെറാർഡ്. ജെറാർഡിന്റെ വീടിന്റെ അടുത്ത് ഒരു മൊട്ടക്കുന്നുണ്ടായിരുന്നു. അവിടെ ഒരു മാതാവിന്റെ ഗ്രോട്ടോ ഉണ്ടായിരുന്നു. പ്രായമായവർക്കോ കൊച്ചു കുട്ടികൾക്കോ ഒന്നും ചെന്നെത്താൻ പറ്റാത്തൊരു സ്ഥലമായിരുന്നത്. എന്നാൽ നമ്മുടെ ജെറാർഡ് എല്ലാ ദിവസവും ആ ഗ്രോട്ടോയിൽ പോയി പ്രാർത്ഥിക്കുകയും അപ്പോൾ മാതാവിൻ്റെ കയ്യിലിരിക്കുന്ന ഉണ്ണീശോ ഈ ജെറാർഡിൻ്റെ കൂട്ടത്തിൽ കളിക്കുകയും ചെയ്യുമായിരുന്നു. കളികൾക്കൊക്കെ ശേഷം ഒരു വെള്ളയപ്പം ജെറാർഡിൻ്റെ നാവിൽ വെച്ച് കൊടുക്കുമായിരുന്നു. ഇത് ജെറാർഡ് വീട്ടിൽ പോയി അമ്മയോട് പറയുമായിരുന്നു. അമ്മ പറയും, ഈ കുഞ്ഞ് അതിശയോക്തി കലർത്തി പറയുന്നതാണ് എന്നാണ് അമ്മ വിചാരിച്ചിരുന്നത്. പക്ഷേ ജെറാർഡ് പല ദിവസവും ആവർത്തിച്ച് അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ ഇതിലെന്തോ ഒരു കാര്യമുണ്ടല്ലോ എന്ന് അമ്മ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ അമ്മ ജെറാർഡിന്റെ മൂത്ത സഹോദരിയെ ഈ കുന്നിൻ മുകളിലേക്ക് അയച്ചു. ഈ സഹോദരി അവിടെ ചെന്നപ്പോൾ അവളുടെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയാത്ത കാര്യമാണ് അവൾ അവിടെ കണ്ടിരുന്നത്. ജെറാർഡ് മാതാവിനോട് പ്രാർത്ഥിക്കുന്നതും ഉണ്ണീശോ ഇറങ്ങി വന്ന് ജെറാർഡിന്റെ കൂട്ടത്തിൽ കളിക്കുന്നതും പോകാൻ നേരം ഒരു വെള്ളയപ്പം ജെറാർഡിന്റെ നാവിൽ വെച്ച് കൊടുക്കുന്നതുമാണ് ഇവൾ കണ്ടത്. ഈ നാവിൽ വെച്ച് കൊടുക്കുന്ന വെള്ളയപ്പം പരിശുദ്ധ കുർബാനയായിരുന്നു. ഈ ജെറാർഡ് ചെറുപ്പം മുതലേ പരിശുദ്ധ കുർബാനയുടെ ഒരു സ്നേഹിതനായിരുന്നു. അമ്മയോടൊപ്പം എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയ്ക്ക് പോകുമായിരുന്നു. ഒരു ദിവസം പരിശുദ്ധ കുർബാന സ്വീകരിക്കാനായി എല്ലാവരും മുട്ടിന്മേൽ നിന്നപ്പം ജെറാർഡും പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ മുട്ടിന്മേൽ നിന്നു. പക്ഷേ അന്ന് ജെറാർഡിന് 5 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അച്ഛൻ ജെറാർഡിന് വിശുദ്ധ കുർബാന കൊടുക്കാതെ അൾത്താരിയിലേക്ക് കയറിപ്പോയി. ഇത് ജെറാർഡിനെ വളരെയധികം വേദനിപ്പിച്ചു. അന്ന് സ്വർഗത്തിൽ നിന്ന് മിഖായേൽ മാലാഖ ജെറാർഡിന് കൊണ്ടുവന്ന് പരിശുദ്ധ കുർബാന കൊടുത്തു എന്നാണ് ജെറാർഡ് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത്. ജെറാർഡിന് 11 വയസ്സായപ്പോൾ ജെറാർഡിന്റെ പിതാവ് മരിച്ചുപോയി. പിതാവിന്റെ മരണം ആ കുടുംബത്തെ ആകെ ദാരിദ്ര്യത്തിലാഴ്ത്തി. പിന്നെ ആ കുടുംബത്തെ കരകയറ്റാൻ വേണ്ടി ജെറാർഡ് തനിക്കറിയാവുന്ന തയ്യൽ ജോലി പഠിക്കാൻ വേണ്ടി അവിടെ അടുത്തൊരു ഗ്രാമത്തിലേക്ക് പോയി. അവിടെ ജെറാർഡിന് വളരെയധികം ബുദ്ധിമുട്ടുകൾ അവരിൽ നിന്നും അനുഭവിക്കേണ്ടി വന്നു. അങ്ങനെ അവിടെ അധിക കാലം നിൽക്കാൻ ജെറാർഡിന് സാധിച്ചില്ല. ജെറാർഡ് തിരിച്ചു വീട്ടിലേക്ക് പോകുന്നു. എന്നാലും അവിടെ ജെറാർഡിനെ കഷ്ടപ്പെടുത്തിയവരോട് ഒരു വെറുപ്പോ വൈരാഗ്യമോ ഒന്നും ജെറാർഡിനുണ്ടായില്ല. അവരെ സ്നേഹിക്കുക മാത്രമാണ് ജെറാർഡ് ചെയ്തത്. അന്ന് ജെറാർഡിന്റെ സ്ഥലത്തെ ബിഷപ്പ് സ്ഥലം മാറിപ്പോയി. പുതിയൊരു ബിഷപ്പ് അവിടെ വന്നു. ജെറാർഡിന്റെ ശുശ്രൂഷ മനോഭാവം ഒക്കെ കണ്ട് ബിഷപ്പിന്റെ ജോലിക്കാരനായി ജെറാർഡിനെ നിയമിച്ചു. ഈ ബിഷപ്പ് വലിയ കോപക്കാരനായിരുന്നു. വെടിമരുന്നിന് തീ പിടിച്ചാൽ എന്ന പോലെയാണ് ബിഷപ്പിന് കോപം വരുന്നത്. എന്നാൽ ജെറാർഡിന്റെ ഈ സ്നേഹം കൊണ്ട് ബിഷപ്പിനെ നല്ലൊരു സ്വഭാവത്തിലാക്കുവാൻ ജെറാർഡിന് സാധിച്ചു. ഒരിക്കല് ഈ ബിഷപ്പ് മുറിയൊക്കെ പൂട്ടി യാത്രയ്ക്ക് പോയപ്പോൾ ജെറാർഡിന്റെ കയ്യിൽ താക്കോല് കൊടുത്തിട്ട് പോയി. ജെറാർഡ് ഈ താക്കോലും കൊണ്ട് കിണറ്റിക്കരയിൽ വെള്ളം കോരാൻ പോയപ്പോൾ ആ താക്കോല് ജെറാർഡിന്റെ കയ്യിൽ നിന്ന് അബദ്ധവശാൽ കിണറ്റിപ്പോയി. അതോടെ ജെറാർഡ് വളരെയധികം അസ്വസ്ഥനായി. കാരണം ബിഷപ്പ് വരുമ്പം കോപിക്കുമെന്നുള്ളതല്ലായിരുന്നു അവന്റെ വിഷമം. താൻ കാരണം ബിഷപ്പ് ഒരു പാപം ചെയ്യുമല്ലോ എന്നതായിരുന്നു അവന്റെ വിഷമം. അവൻ ഓടി ദേവാലയത്തിൽ ചെന്ന് ഉണ്ണീശോയുടെ രൂപത്തിന്റെ മുമ്പിൽ പോയി പറഞ്ഞു, നിനക്ക് മാത്രമേ എന്നെ സഹായിക്കാൻ സാധിക്കുകയുള്ളൂ. അവൻ ഉണ്ണീശോയുടെ രൂപം എടുത്തുകൊണ്ട് വന്ന് ഒരു കയറി കെട്ടി അത് കിണറ്റിലിറക്കിയിട്ട് ആ ഉണ്ണീശോയുടെ രൂപം തിരിച്ചു കയറ്റിയപ്പോൾ ഉണ്ണീശോയുടെ കയ്യിൽ ആ താക്കോൽ കൂട്ടവും ഉണ്ടായിരുന്നു. അങ്ങനെ ആ ബിഷപ്പിന്റെ മരണം വരെ ജെറാർഡ് ബിഷപ്പിനെ ശുശ്രൂഷിച്ചു പോന്നു. ജെറാർഡിന് ഒരു സന്യാസിയാകാൻ വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നു. അതിനായിട്ട് ജെറാർഡ് കപ്പൂച്ചിൻ സഭയിലെ വൈദികരെയും റെഡംബ്രസ്റ്റ് സഭയിലെ വൈദികരെയും സമീപിച്ചു. എന്നാൽ കുടുംബത്തിലെ പട്ടിണിയും ജെറാർഡിന്റെ അനാരോഗ്യവും മൂലം അവരെല്ലാവരും അത് നിരസിച്ചു. അവസാനം ജെറാർഡ് അവിടെ ധ്യാനിപ്പിക്കാൻ വന്ന ഒരു അച്ഛനെ സമീപിച്ച് നിർബന്ധിച്ച് ആ സഭയിൽ ചേർന്നു.
അവിടെ 4 പേര് ചെയ്യുന്ന ജോലി ജെറാർഡ് ദൈവസ്നേഹത്തെ പ്രതി ഒറ്റയ്ക്ക് ചെയ്യുമായിരുന്നു. ഒരിക്കലും ആശ്രമത്തിൽ ഒരു സ്ത്രീ ഭക്ഷിക്കാൻ ഒന്നുമില്ല പറഞ്ഞ് ദാരിദ്ര്യം മൂലം വന്നു കഴിഞ്ഞപ്പം ജെറാർഡ് കുറച്ച് ഗോതമ്പ് ആ സ്ത്രീക്ക് കൊടുത്തു. അടുത്ത വിളവെടുപ്പ് കാലം വരെ ആ ഗോതമ്പ് തീർന്നു പോയില്ല എന്നാണ് പറയുന്നത്. ആ ഗ്രാമത്തിൽ ഒരു സമയത്ത് വളരെ പട്ടിണി പിടിപെട്ടു. ആ പട്ടിണി സമയത്ത് ആശ്രമത്തിലുണ്ടായിരുന്ന ഭക്ഷണം മുഴുവൻ ഗ്രാമവാസികൾക്ക് കൊടുത്തു. അങ്ങനെയൊക്കെ ആശ്രമത്തിലൊന്നും ഭക്ഷിക്കാനില്ലാതിരുന്ന സമയത്ത് ജെറാർഡ് ഈശോയോട് പറഞ്ഞു, ഈശോയെ, എനിക്ക് വളരെയധികം വിശക്കുന്നു, ഭക്ഷിക്കാൻ ഒന്നുമില്ല. എന്നിട്ട് ജെറാർഡ് പാചകക്കാരനോട് പറഞ്ഞു അടുക്കളയിൽ പോയി നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരു കുട്ട നിറയെ ബ്രെഡ് ഇരിക്കുന്നതാണ് പാചകക്കാരന് കാണാൻ പറ്റിയത്. ആ ഗ്രാമത്തിന്റെ അടുത്തുള്ള ഒരു ഗ്രാമത്തില് കുറെ ആളുകൾ ഒരു ദേവാലയം പണിയാൻ വേണ്ടി ഒരു കുന്നിന്റെ മുകളിൽ കുറെ തടി മുറിച്ചിട്ടു. അത് മൃഗങ്ങളെ കൊണ്ടും മനുഷ്യരെ കൊണ്ടും താഴെ കൊണ്ടുവരാൻ സാധിച്ചില്ല. ഇവർ ജെറാർഡിന്റെ അടുത്ത് വന്നപ്പോൾ ജെറാർഡ് കുറെ ആളുകളെയും കൂട്ടി ആ മലമുകളിൽ ചെന്നു. മലമുകളിൽ ചെന്നിട്ട് ജെറാർഡ് പറഞ്ഞു, പരിശുദ്ധ ത്രിത്വത്തിന്റെ നാമത്തിൽ ഞാൻ പറയുന്നു, തടികളെ ഞങ്ങളുടെ കൂട്ടത്തിൽ വരിക എന്ന്. അങ്ങനെ ആ തടി മുഴുവൻ ദേവാലയത്തിന്റെ അടുത്ത് വന്നു. ഒരിക്കൽ ജെറാർഡ് കൂടെയുള്ള സന്യാസിമാരുമൊത്ത് ഭവന സന്ദർശനത്തിന് പോയപ്പം ഒരു വീട്ടിൽ വെച്ച് ജെറാർഡിന്റെ ടവല് മറന്നു വെച്ചു പോന്നു. അപ്പം 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് ജെറാർഡ് ഇതേപ്പറ്റി ഓർക്കുന്നത്. കൂടെ ഉണ്ടായിരുന്ന സന്യാസിമാര് ചോദിച്ചു, ആ ടവല് പോയി എടുക്കണ്ടായി എന്ന്. അപ്പം ജെറാർഡ് പറഞ്ഞു, അത് അവിടെ ഇരുന്നോട്ടെ, അവർക്ക് പിന്നീട് അത് ആവശ്യം വരുമെന്ന്. ജെറാർഡിന്റെ മരണശേഷം ആ കുടുംബത്തില് ഒരു സ്ത്രീ പ്രസവ വേദന കൊണ്ട് പൊളഞ്ഞപ്പം യാതൊരു ഗത്യന്തരവും ഇല്ലാതെ വന്നപ്പോൾ ഈ ടവലെടുത്ത് കൈപ്പിടിക്കുകയും സുഖപ്രസവം കിട്ടുകയും ചെയ്തു. അങ്ങനെ ഗർഭിണികളുടെയും കുട്ടികളുടെയും മധ്യസ്ഥനായിട്ടാണ് ജെറാർഡ് അറിയപ്പെടുന്നത്. ഈ ജെറാർഡിന്റെ ജീവിതത്തില് സന്തോഷങ്ങളും മാത്രമല്ല ദുഃഖങ്ങളും ഉണ്ടായിരുന്നു. ജെറാർഡ് ഒരിക്കലും ഒരു പെൺകുട്ടിയെ മഠത്തിലേക്ക് അയച്ചു. അവക്കവിടെ പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്നപ്പോൾ അവള് അവിടുത്തെ മദറിനെ പറ്റിയും മറ്റു സിസ്റ്റർമാരെ പറ്റിയും ജോലിക്കാരെ പറ്റിയും കൂട്ടത്തില് ജെറാർഡിനെ പറ്റിയും കുറെ കുറ്റങ്ങളുണ്ടാക്കി. പക്ഷെ അവിടുത്തെ ഗ്രാമവാസികളൊന്നും വിശുദ്ധനായ ജെറാർഡിനെ കുറിച്ച് പറഞ്ഞത് അവർ വിശ്വസിച്ചില്ല. അപ്പോൾ ആ പെൺകുട്ടി അവരുടെ മതസ്ഥാപകനായ അൽഫോൻസ് ലിഗോരിക്ക് ജെറാർഡിനെ പറ്റി അവിശുദ്ധ ബന്ധം കലർത്തി ഒരു ലെറ്റർ എഴുതി. അങ്ങനെ ആ ലെറ്റർ കിട്ടിക്കഴിഞ്ഞപ്പോൾ അൽഫോൻസ് ലിഗോരി ജെറാർഡിനെ വിളിച്ചിട്ട് 2 കർശന നിയമങ്ങൾ കൊടുത്തു. ഒന്ന്, ഇനി മുതൽ ആശ്രമത്തിന്റെ പുറത്ത് ഇറങ്ങാൻ പാടില്ല എന്നുള്ളതാണ്. രണ്ടാമത്, വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷെ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞത് ജെറാർഡിനെ വളരെയധികം വേദനിപ്പിച്ചു. അങ്ങനെ കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടിക്ക് മാനസാന്തരമുണ്ടായി. അൽഫോൻസ് ലിഗോരിയുടെ അടുത്തെന്ന് പറഞ്ഞു, ഞാൻ ഈ കഥകളെല്ലാം കെട്ടിച്ചമച്ചതാണെന്ന്. അപ്പോൾ അൽഫോൻസ് ലിഗോരിയും ജെറാർഡിനെ വിളിച്ചിട്ട് ചോദിച്ചു, നീ എന്തിയെ ഞാനിങ്ങനെ ചെയ്തിട്ടില്ല എന്ന് എന്നോട് പറയാഞ്ഞത്? അപ്പോൾ ജെറാർഡ് പറഞ്ഞ, അങ്ങയുടെ വാക്കുകൾ ദൈവത്തിന്റെ വാക്കുകളായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. ഈശോ പീലാത്തോസിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു അനുഭവമാണ് എനിക്ക് അന്നേരം ഉണ്ടായത്. ജെറാർഡിന്റെ മുറി തന്നെ ഒരു ഭക്തി സാന്ദ്രമായിരുന്നു. ജെറാർഡ് കിടന്നുകൊണ്ടിരുന്നത് വൈക്കോൽ നിറച്ച കട്ടിലിലായിരുന്നു. തലയിണയ്ക്ക് പകരം ജെറാർഡ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് 2 ഇഷ്ടിക കഷ്ണങ്ങളായിരുന്നു. ആ മുറിയിലെ കൊതുകുകളുടെ ഒരു കൂമ്പാരം തന്നെ ഉണ്ടായിരുന്നു. ഒരു ദിവസം ആരോ ചോദിച്ചു, ഇത് മുറി നിറയെ കൊതുകുകളാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ജെറാർഡ് പറഞ്ഞു, അതുകൊണ്ട് എനിക്ക് സ്തുതിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നാണ് പറഞ്ഞത്. നൂറോ ഇടവകയില് പെരുന്നാളിനോടനുബന്ധിച്ച് നാടകം നടത്താറുണ്ടായിരുന്നു. അപ്പോൾ ഈ ജെറാർഡ് ഈശോയുടെ വേഷം ചോദിച്ചു വാങ്ങിക്കുമായിരുന്നു. എന്നിട്ട് പട്ടാളക്കാരായിട്ട് വേഷം ചെയ്യുന്നവരോട് ജെറാർഡ് പറയും, എന്നെ നല്ലവണ്ണം അടിച്ചോ എന്ന്. അങ്ങനെ ആ നാടകം കണ്ട് പലരും മാനസാന്തരപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ പരിശുദ്ധ കുർബാനയെ വളരെയധികം സ്നേഹിച്ച ജെറാർഡ് 1755 ഒക്ടോബർ 15 മരിച്ചു. 1904 ഡിസംബർ 11 വിശുദ്ധ 10-ാം പിയൂസ് വിശുദ്ധ പദവിയിലേക്ക് ജെറാർഡിനെ ആനയിച്ചു. ഇന്ന് നമുക്കും ജെറാർഡിന്റെ മധ്യസ്ഥം അപേക്ഷിക്കാം. നമ്മുടെ ജീവിതത്തിലും അവഗണനയും തിരസ്കരണവും ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ജെറാർഡിന്റെ മാധ്യസ്ഥം അപേക്ഷിക്കാം. അതുപോലെ തന്നെ ഈ പരിശുദ്ധ കുർബാനയിൽ ആഴപ്പെടാനായിട്ട്
വിശുദ്ധ ജെറാർഡിനോട് നമുക്ക് മാധ്യസ്ഥം അപേക്ഷിക്കാം. ഈശോ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.